ഹലോ. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഗെറ്റ് റെഡി വിത്ത് മീയിലൂടെ എന്റെ സ്റ്റോറി പറയാനായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് കുറെ ഡിഎംസ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ വന്നു, എത്ര കോസ്റ്റ് ആയി, ഇവിടെ എങ്ങനെയാണ് ജോലിയുടെ സ്കോപ്പ്, ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ പ്രോസസ് എല്ലാം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വിസയാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് വിസ അപ്ലൈ ചെയ്യണം. ഓൺലൈനിൽ പോർട്ടലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബെറ്റർ ട്രാവൽ ഏജൻസിയാണ്. അവരാകുമ്പോൾ കുറച്ചും കൂടെ ഫസ്റ്റ് ടൈം നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് എടുത്തിട്ട് വന്നത്. ഇപ്പൊ ഉള്ളത് 1 മന്തിന്റെയും 2 മന്തിന്റെയും വിസയാണ്. അതായത് 30 ഡേയ്സും 16 ഡേയ്സും. ഫസ്റ്റ് നമുക്ക് വിസ അപ്രൂവ് ചെയ്താലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ടിക്കറ്റും ബെറ്റർ ടു ടേക്ക് ഏതെങ്കിലും നല്ല ട്രാവൽ ഏജൻസി എന്നാണ്. അവരാകുമ്പോൾ ബൾക്കായിട്ട് അവരുടെ ടിക്കറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ റേറ്റ് കമ്പയർ ടു പോർട്ടലിൽ നിന്ന് നമുക്കിത് കുറച്ച് അധികം ഡിഫറൻസ് ഉണ്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ വിസയും ടിക്കറ്റും ബുക്ക് ചെയ്യേണ്ടത്. വിസയ്ക്ക് ഓൾമോസ്റ്റ് 13K to 15K ആണ് എൻ്റെ ഒരു അറിവിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അതോ ഫാമിലിയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് കാണിക്കണം. ഓർ ഹോട്ടൽ ബുക്കിംഗ് എന്തായാലും മസ്റ്റ് ആയിട്ട് കാണിക്കണം. ഇപ്പൊ പ്രോസസ്സ് എല്ലാം ചേഞ്ച് ചെയ്തു. ഞാൻ വരുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ബാലൻസ്, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. ഒരു 17K ആണെന്നാണ് ഞാൻ ഇപ്പോൾ കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത്. അതുകൊണ്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് ദുബായിൽ വരാൻ പറ്റുള്ളൂ. ഞാൻ ULA സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്കിളുടെ വീട്ടിലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് കസിനായിരുന്നു. അങ്കിളുടെ എമിറേറ്റ്സ് ID വിസയുടെ കോപ്പി എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കോപ്പി ചോദിച്ചില്ല. ബട്ട് എന്തിനാ പോകുന്നത്, അവിടെ എന്താണ് പരിപാടി എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പോ കാണാൻ പോവാന്ന് പറഞ്ഞേ. പക്ഷെ അവരെന്നോട് പറഞ്ഞു എക്സ്പോ കഴിഞ്ഞല്ലോ, ആരാ പറഞ്ഞ ഇപ്പം എക്സ്പോ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ കുറച്ച് പതറിപ്പോയി. പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. ആള് പറഞ്ഞു ശരി ശരി പൊക്കോ എന്ന് തിരിച്ചു വരുന്നതെല്ലാം ഉറപ്പുണ്ടോ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നു പറഞ്ഞു. എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ഒന്നും വരില്ല, ഞാൻ ജോലി വായിച്ചിട്ട് വരുള്ളൂ എന്നുള്ളൊരു ഭയങ്കര വാശിയിലാണ് ഞാൻ പോയത്.